ഇറ്റ്സ് മീ ഗോപു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉത്രാടം ദിനമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ ഒരു ഓണക്കളി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഹാളിലാണ് നമ്മൾ കുറച്ച് കളിയെ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ബാക്കിയെല്ലാം താഴെയായിരിക്കും. ഓണക്കളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെല്ലാം എന്താ ഇവിടെ സെറ്റായിട്ടുണ്ട്. സമ്മാനമൊക്കെ ഇവിടെ റെഡിയാണ്. സുന്ദരിക്ക് പൊട്ട് തൊടാൻ വേണ്ടി ഓൾറെഡി പൊട്ടുള്ള ഒരു സുന്ദരിയെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആർ യു എക്സൈറ്റഡ്? യെസ്. എത്ര പ്രൈസ് വാങ്ങിക്കും? ഉണ്ണിക്കുട്ടാ, ഏത് ഐറ്റമാണ് ഏറ്റവും ഇഷ്ടം? ഡുംബിരി, നീ എത്ര പ്രൈസ് വാങ്ങിച്ചു? അച്ചു, നീ എത്ര പ്രൈസ് വാങ്ങിക്കും? എന്നാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണ്? നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മത്സരം ഏതാണ്? കൊടവടിയാണോ, സുന്ദരിക്ക് പൊട്ടുകുത്തലാണോ, മ്യൂസിക്കൽ? കൊടവടിയാ? കൊട അടിക്കോ? എത്ര കൊട അടിക്കും? ഒരു കൊട. ലല്ലു ഏത് ഗെയിം കളിക്കും? എല്ലാ ഗെയിമും കളിക്കോ? കുക്ക് ഏത് ഗെയിം കളിക്കും? എല്ലാ ഗെയിമും കളിക്കോ? ഫസ്റ്റ് അടിക്കോ? ട്രോഫി വാങ്ങിക്കോ? നീ ഏത് ഗെയിം കളിച്ചു? നീ ഏത് ഗെയിം കളിച്ചു എടി? കീപ് ഗോയിങ്. ഹലോ, അപ്പോൾ നിങ്ങളെല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മളും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിച്ച് കേട്ടോ. അപ്പം നമ്മുടെ 2024 ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഉത്രാട ദിനത്തിൽ കുറച്ച് ഓണക്കളികളെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഉത്രാടത്തിന് ഒരു ഉച്ചയ്ക്ക് 2:30 ആയപ്പോഴത്തേക്കും നമ്മുടെ ഫാമിലിയിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സും കൂടെ ഒത്തുകൂടി കുറച്ച് ഓണക്കളികളെല്ലാം നടത്തി അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നമ്മൾ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് നടപ്പിലാക്കുന്നതൊക്കെ ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതുപോലൊരു ഹാളുണ്ട് കേട്ടോ. അപ്പോൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാളാണ് പഞ്ചായത്തിൻ്റെ. അപ്പോൾ അവിടെ വെച്ചിട്ട് പെർമിഷനൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ വെച്ച് കുറച്ച് ഗെയിംസൊക്കെ നടത്തി. ഫസ്റ്റ് നടത്തിയത് സുന്ദരിക്ക് പൊട്ടുതൊടലാണ്. അപ്പോൾ അതിനു വേണ്ടി ഓൾറെഡി പൊട്ടുള്ളൊരു സുന്ദരിയെ തന്നെ സെറ്റ് ചെയ്തൊക്കെ വെച്ചു. അപ്പം ഫസ്റ്റ് നമ്മൾ കൊച്ചുകുട്ടികളെ ജൂനിയർ ലെവൽ ഒരു മത്സരം നടത്തി. അത് കഴിഞ്ഞ് സീനിയർ ലെവൽ മത്സരമാണ്. ഇതൊക്കെയെന്ന് പറയുന്നത് ചേട്ടൻ്റെ അനിയൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് കേട്ടോ. അവരും ഉണ്ടായിരുന്നു മത്സരത്തിൽ. എല്ലാവരും കൂടെ ചേർന്നപ്പോഴത്തേക്കും മൊത്തത്തിലൊരു വൈബ് തന്നെയായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മത്സരങ്ങളെല്ലാം നടത്തുന്നത് ഒന്നാം ഓണത്തിനായതുകൊണ്ട് തന്നെ പലർക്കും അന്ന് വരാൻ പറ്റിയില്ല, ബിസി ആയിപ്പോയി. കാരണം നാളെ തിരുവോണമായിട്ട് അവർക്ക് അതിൻ്റേതായ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത് കാരണം പലർക്കും വരാൻ പറ്റിയില്ല. പക്ഷേ ഉള്ളവരൊക്കെ വെച്ചിട്ട് നമ്മൾ അടിച്ച് പൊളിച്ചു സെറ്റായിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം പെട്ടെന്ന് തട്ടിക്കൂട്ടി സെറ്റപ്പ് ആക്കിയത് കൊണ്ട് തന്നെ അതിലൊരുപാട് കുറച്ച് ഫോൾട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്യണം, എല്ലാവരുമായിട്ടൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സുന്ദരിക്ക് പൊട്ട് തൊടുന്നതിൽ പലരും ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ കൊടുത്തും ഓട്ടം കണ്ടിട്ട് നോക്കിയൊക്കെ എങ്ങനെയൊക്കെയോ സുന്ദരിക്ക് പൊട്ടൊക്കെ വയ്ക്കുന്നുണ്ട് പലരും. നമ്മുടെയൊക്കെ കൊച്ചിലെ ഒരുപാട് റെസിഡൻസ് അസോസിയേഷൻസ് പ്രോഗ്രാംസും കാര്യങ്ങളും, അത്തപ്പൂക്കള മത്സരം, അതുപോലെ തന്നെ ഓണക്കളികളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും കാണാനേ ഇല്ല. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെയൊക്കെ ഓണമെന്ന് പറയുന്നത് രാവിലെ എണീക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, അത്തപ്പൂക്കളം ഇടുന്നു, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇത്രയേ ഉള്ളൂ തിരുവോണ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ചു കുറച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി ആക്കണം, കുറച്ചുകൂടെ ഓണം അടിച്ച് പൊളിക്കണം, കളർഫുൾ ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊരു ഓണക്കളി പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മലപ്പുറത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഗംഭീരമായിട്ടൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മുടെ സമയപരിധിക്കുള്ളിൽ പറ്റിയ അത്രയും നമ്മൾ നല്ലപോലെ ഒക്കെ അറേഞ്ച് ചെയ്തൊക്കെ എടുത്തു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ വന്നവരെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു. കാരണം ആരും ഒരു മുഷിപ്പും കാണിക്കാതെ 2:30 മുതൽ 6:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കേട്ടോ. എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നു. അപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും വേറെ 2 മാമിമാരും ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ സുന്ദരിക്ക് പൊട്ടുകുത്തലേ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സമയം എടുത്തു കേട്ടോ. ഇങ്ങനെ ഇത്രയും പേരില്ലേ, ഓരോരുത്തരായിട്ട് വന്ന് കണ്ണ് കെട്ടി സുന്ദരിക്ക് പൊട്ട് തൊട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുത്തു. അത് കഴിഞ്ഞ് ഇതാ മ്യൂസിക്കൽ ചെയറാണ്. ഫസ്റ്റ് ഇതാ ജൂനിയർ ലെവലാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം സ്കൂളുകളിൽ ഇപ്പം ഇങ്ങനെ മത്സരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ നമുക്ക് അത്രയും ഒരു ഫ്രീഡം ഇല്ലല്ലോ. ഇതിപ്പോൾ നമ്മുടെ സ്വന്തക്കാർ മാത്രമുള്ള ഒരിടത്ത് വെച്ചിട്ട് കളിക്കുമ്പോഴേക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് വേറെയല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ജൂനിയേഴ്സിൻ്റെ മ്യൂസിക്കൽ ചെയർ കഴിഞ്ഞിട്ട് സീനിയർ ബോയ്സിൻ്റെ മ്യൂസിക്കൽ ചെയറാണ്. അപ്പോൾ ഗേൾസ് ബോയ്സ് സെപ്പറേറ്റ് മത്സരമല്ല കേട്ടോ. പക്ഷെ നമുക്കിപ്പം അംഗങ്ങളുടെ എണ്ണസംഖ്യ കുറച്ച് കൂടുതലായതുകൊണ്ട് ബോയ്സിന് സെപ്പറേറ്റ് ഗേൾസിന് സെപ്പറേറ്റ് നടത്തി രണ്ടിലെയും വിന്നേഴ്സിനെ വെച്ചിട്ട് ഫൈനൽ ഒരു റൗണ്ട് കൂടെ നടത്തിയിട്ടാണ് ഫസ്റ്റും സെക്കൻഡും നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ കള്ളക്കളി കളിക്കണവന്മാരുണ്ട് കേട്ടോ. കസാരയൊക്കെ തൊട്ട് പതുക്കെയൊക്കെ നടന്ന് അങ്ങനെയൊക്കെ കളിക്കുന്നവരുണ്ട്. അപ്പം നല്ല രസമായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡറാന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പിച്ച് ഒരു രസമായിരുന്നു. ലാസ്റ്റ് ഇതാ അനന്തുവും ശരത്തുമാണ് വന്നത് ഫൈനലിൽ. അതിൽ അനന്തുവാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് ഗേൾസിൻ്റെ മ്യൂസിക്കൽ ചെയർ വന്നു. നമുക്ക് ഈ മത്സരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ എല്ലാവർക്കും ജയിക്കണം. ഇത് സംഭവം ഒരു ഫണ്ണായിട്ടാണ് നടത്തിയെങ്കിലും എല്ലാവർക്കും ഇങ്ങനൊരു മത്സരങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഭയങ്കരമാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജയിക്കണം എന്നൊരു ഒറ്റ ഇതേ ഉള്ളൂ. പിന്നെ പയ്യന്മാരുടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഫണ്ണാണ്. ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഫണ്ണിനെക്കാളും ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റാണ് കേട്ടോ. അതെ, എനിക്കങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്കങ്ങനെയായിരുന്നു കേട്ടോ. നമുക്കെപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥാനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിൽ വിൻ ചെയ്യണമെന്നാണല്ലോ, നമ്മളതിനാണല്ലോ കളിക്കുന്നത്. പക്ഷേ എപ്പോഴും പയ്യന്മാരെപ്പോഴും ഇങ്ങനത്തെയൊക്കെ ഗെയിംസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കുറേയൊക്കെ ചിൽ മോഡാണ്. അവർക്ക് എങ്ങനെ അതിന് എത്രമാത്രം ഫണ്ണാക്കാമെന്ന് മാത്രമേ അവർ ചിന്തിക്കത്തുള്ളൂ. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതാ മ്യൂസിക്കൽ ചെയറിൽ ഞാനും ഇത് ഔട്ടായിരിക്കുന്നു. ലാസ്റ്റ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ശ്യാമളാമിയും നമ്മുടെ പ്രിയങ്കരിയായ റിങ്കുവാണ് മത്സരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ മത്സരിച്ച് അപ്പോൾ റിങ്കുവിന് സുഖമായിട്ട് കറങ്ങി വന്നിരിക്കുകയായിരുന്നു. പിന്നെ പ്രായത്തിന് മൂത്ത ആളിൽ ശ്യാമളാമി എന്ന് കരുതി ശ്യാമളാമിക്ക് അങ്ങ് വിട്ടുകൊടുത്തു. അപ്പോൾ ബോയ്സിൽ ഫസ്റ്റ് നേടിയ അനന്തവും ഗേൾസിൽ ഫസ്റ്റ് നേടിയ ശ്യാമളാമിയും കൂടെ ഫൈനൽ റൗണ്ട് വെച്ചു. അതിൽ ട്രോഫി പുറത്തു കൊടുക്കാതെ നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന അനന്തുവിന് അഭിനന്ദനങ്ങൾ. മൂന്നാമത് നമ്മൾ സെറ്റ് ചെയ്ത ഗെയിമാണ് മെമ്മറി ടെസ്റ്റ്. അതായത് എല്ലാവർക്കും ഇപ്പോൾ കായികപരമായിട്ട് മുന്നിട്ട് നിൽക്കണം എന്നില്ലല്ലോ. പലർക്കും ബുദ്ധിപരമായിട്ടുള്ള കഴിവായിരിക്കും കുറച്ച് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കായികപരമായി ഒരല്പം ബാക്കിലോട്ട് നിന്ന് ബുദ്ധിപരമായി കുറച്ച് ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു ഗെയിം പ്ലാൻ ചെയ്തത്. അതായത് ഞാനൊരു 10-25 സാധനങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് മൂടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവർക്ക് എല്ലാവർക്കും ജൂനിയേഴ്സിനും സീനിയേഴ്സിനും എല്ലാവർക്കും 1 മിനിറ്റ് സമയം കൊടുത്തു. ഈ 1 മിനിറ്റ് സമയം കൊണ്ട് ഇവർ 25 സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കണം. എന്നിട്ട് അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി തരിക. ഏറ്റവും കൂടുതൽ എണ്ണം തെറ്റാതെ എഴുതുന്ന ആളായിരിക്കും വിജയി. ഇതായിരുന്നു കേട്ടോ ഈ ടെസ്റ്റ്. മെമ്മറി ടെസ്റ്റ് എന്നാണ് നമ്മളിതിൻ്റെ പേരൊക്കെ ഇട്ടത്. അപ്പോൾ നമ്മളിതാ അപ്പം തന്നെ മാർക്കൊക്കെ ഇട്ടു. അതിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ അനൗൺസ് ചെയ്തു. തേർഡ് ഗെയിം വന്നിട്ട് ബിസ്ക്കറ്റ് കടിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ജൂനിയർ ലെവൽ ഒന്നിച്ചല്ല മത്സരിപ്പിച്ചത്. ജൂനിയർ സബ് ജൂനിയർ അങ്ങനെ 2 സെറ്റാക്കി കേട്ടോ. കാരണം ഹൈറ്റ് ഡിഫറൻസ് ഉള്ളത് കാരണം 2 സെറ്റാക്കി. മാത്രമല്ല ഇത് ബിസ്ക്കറ്റിൽ ഹോളൊക്കെ ഇട്ട് കെട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് സീനിയേഴ്സിന് ഈ ഒരു ബിസ്ക്കറ്റ് കടി മത്സരം വേറെ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ജൂനിയർ ലെവലിൽ ബിസ്ക്കറ്റ് കടിയിൽ ഫസ്റ്റ് അച്ചുവും സെക്കൻഡ് ഉണ്ണിക്കുട്ടനും, സബ് ജൂനിയർ ലെവലിൽ ഫസ്റ്റ് കുഞ്ഞൂട്ടനും സെക്കൻഡ് കുക്കുവും നേടി. അങ്ങനെ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ബിസ്ക്കറ്റും കിട്ടി, സമ്മാനവും കിട്ടി. അത് കഴിഞ്ഞിട്ട് സീനിയർ ലെവലിൽ നമ്മൾ ബിസ്ക്കറ്റ് കടി പ്ലാൻ ചെയ്തത് നെറ്റിയിൽ ഇങ്ങനെ ഒരു ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് ആ ബിസ്ക്കറ്റിന് ഇങ്ങനെ അനക്കി വായിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മുടെ അഞ്ജന നേടിയിട്ടുണ്ട്. സെക്കൻഡ് പ്രൈസ് ആർക്കാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട റിങ്കു നേടിയിട്ടുണ്ട്. അത് കഴിഞ്ഞത് ബോയ്സിനിടയിൽ മത്സരം വെച്ചു. അപ്പോൾ അതിലിതാ ഈ ശ്യാമിനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. സെക്കൻഡ് പ്രൈസ് ബോയ്സിൽ ആർക്കും ഇല്ല കേട്ടോ. കാരണം എല്ലാവരും ബിസ്ക്കറ്റും താഴെ പോയി. പിന്നെ ലാസ്റ്റ് ശരത്ത് വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ശ്യാം, അവൻ്റെ അനിയനാണ് കേട്ടോ, ശരത്തിൻ്റെ അനിയനാണ് ശ്യാം പതുക്കെ ശരത്തിൻ്റെ മുഖത്തുനിന്ന് ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ച്. അങ്ങനെ ബോയ്സിന് സെക്കൻഡൊന്നുമില്ല. അപ്പം ഫസ്റ്റും സെക്കൻഡും കിട്ടിയ ഗേൾസും ഫസ്റ്റ് കിട്ടിയ ബോയും കൂടെ ലാസ്റ്റ് ഫൈനൽ റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ശ്യാം ഔട്ടായി. അതിൽ വിൻ ചെയ്തത് അഞ്ജനയാണ്. സെക്കൻഡ് പ്രൈസ് നമ്മുടെ റിങ്കുവിനാണ്. അപ്പോൾ ബിസ്ക്കറ്റ് കടി മത്സരവും കഴിഞ്ഞു.
മുകളിലുള്ള ഗെയിംസൊക്കെ ഓക്കെ ആയി ഫിനിഷ് ചെയ്തു നമ്മൾ താഴേക്ക് വന്നു കേട്ടോ. പിന്നെ ഇനി കുറച്ച് ഓട്ടവും ചാട്ടവും ഒക്കെ ഉള്ളത് കാരണം നമ്മൾ താഴേക്ക് വന്നു. കാരണം മുകളിൽ ടൈൽസ് ആയതുകൊണ്ട് ചിറക്കി വീണാലൊന്ന് പേടിച്ചിട്ട് താഴെ വന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നടത്തുന്നത് നീഡിൽ റേസ് ആണ്. അതായത് സൂചി നൂലും കൊടുത്തിട്ട് പിള്ളേരെ കൊണ്ട് സൂചിയിൽ നൂല് കോർത്ത് ആദ്യം ആര് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ഗെയിം. അത് കഴിഞ്ഞിട്ട് ജൂനിയർ ലെവൽ കഴിഞ്ഞിട്ട് സീനിയർ ലെവൽ നടത്തി. അപ്പം സീനിയേഴ്സിൻ്റെ മത്സരം നമ്മൾ പല പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നടത്തിയത് കേട്ടോ. കാരണം അവിടെ അത്രയും നിരന്ന് നിൽക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കാരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വിന്നേഴ്സിനെല്ലാം കൂടെ ചേർത്ത് ഫൈനൽ ഒരു റൗണ്ട് കൂടെ നടത്തി. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഫസ്റ്റും സെക്കൻഡും നേടിയവരെല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തിയിട്ട് ഫൈനലായിട്ടൊരു റൗണ്ട് കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഈ റൗണ്ട്. അതിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചത് വേറെ ആരുമല്ല, ഞാൻ തന്നെ. സെക്കൻഡ് പ്രൈസ് അനന്തു ആണ് കേട്ടോ. അപ്പോൾ നീഡിൽ റേസൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നടത്തിയ മത്സരം എന്ന് വെച്ചാൽ ബോട്ടിൽ ഫിൽ വിത്ത് വാട്ടറാണ്. ഇങ്ങനെ കൈക്കുമ്പിളിൽ വെള്ളം കോരി എടുത്തുകൊണ്ട് പോയി കുപ്പിയിൽ നിറയ്ക്കുന്ന മത്സരമാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എല്ലാവരും കയ്യിൽ വെള്ളം കൂടുതൽ നിറയ്ക്കുന്നതിന് പകരം ഓടാനായിരുന്നു ഇമ്പോർട്ടൻസ്. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, ഓടുന്നതിലല്ല മത്സരം, കയ്യിൽ വെള്ളം നിറയ്ക്കുന്നതാണ്, കുപ്പിയിൽ നിറയുന്നതാണ് മത്സരം എന്നൊക്കെ. അപ്പോൾ ജൂനിയർ ലെവൽ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ബോയ്സിൻ്റെത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഗേൾസും കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കര പ്രോത്സാഹനമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് പോയി. സ്കൂളിലൊക്കെ ഇതൊക്കെ കളിച്ച ഓർമ്മ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ റൗണ്ടിലും ബോട്ടിൽ ഫിൽ വിത്ത് വാട്ടറിൽ വിജയികളെല്ലാം കൂടെ ചേർത്ത് ഫൈനൽ ഒരു റൗണ്ട് കൂടെ വെച്ചു. പക്ഷേ എല്ലാവരും നല്ല മത്സര ബുദ്ധിയോടെ തന്നെ കളിച്ചു കേട്ടോ. ആരും അങ്ങനെ ഉഴപ്പിയൊന്നും വിട്ടില്ല. പയ്യന്മാർ മാത്രമാണ് ഫണ്ണാക്കി വിട്ടത് കേട്ടോ. അത് കഴിഞ്ഞതാ പിള്ളേരും അതുപോലെ തന്നെ എല്ലാവരും നല്ല കോമ്പറ്റീറ്റീവ് സ്പിരിറ്റോട് തന്നെ കളിച്ചു. അടുത്ത ലെമൺ വിത്ത് സ്പൂണാണ്. അതിൽ ജൂനിയർ ലെവൽ കഴിഞ്ഞ് സീനിയർ ലെവൽ. കണ്ടോ, ഈ കളി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പയ്യന്മാരുടെ കളി എന്താണെന്നുള്ളത്. എല്ലാം ഓടി നാരങ്ങയൊക്കെ തള്ളിയിട്ടു. അതിലാർക്കും ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. അനന്തുന് മാത്രമേ ഉള്ളൂ ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഗേൾസിൻ്റെ ലെവൽ കഴിഞ്ഞു. ഗേൾസിലെ സെക്കൻഡ് റൗണ്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം വിന്നേഴ്സിനോട് ചേർത്തിട്ട് ഫൈനൽ റൗണ്ടും ഉണ്ട്. അപ്പോൾ ഓടി രണ്ടുപേരും എത്തിയെങ്കിലും അവരെ നാരങ്ങയൊക്കെ പോയി. ലാസ്റ്റിൽ വന്ന സോണി ചേച്ചിയാണ് വിൻ ചെയ്തത്. നാരങ്ങ കളയാതെ എത്തി. അപ്പോൾ നാരങ്ങ കളിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഉള്ളത് കുളങ്കരയാണ്. കുളങ്കര മത്സരം ഫസ്റ്റ് ജൂനിയർ ലെവൽ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഓണക്കളികളൊക്കെ കാണുമ്പോൾ പലർക്കും തോന്നും, ഇതൊക്കെയാണോ ഓണക്കളികൾ? കുളങ്കര, മെമ്മറി ടെസ്റ്റ്, ഇതൊക്കെയാണോ? ചാക്കിച്ചാട്ടം, വടംവലി, തുമ്പിതുള്ളൽ, ഇതൊക്കെയല്ലേ എന്ന് തോന്നും. പക്ഷേ ആക്ച്വലി നമ്മൾ സിമ്പിളാക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തതാണ്. മാത്രമല്ല രണ്ടാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണമൊക്കെ ആയിട്ട് ഇനി ചാക്കിലൊക്കെ ചാടി അതുപോലെ വടമൊക്കെ വരച്ച് ആരെങ്കിലും വന്ന് വീഴേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു വിഷമാവൂലേ? ഇത് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി നടത്തുന്നതല്ലേ. അപ്പോൾ ആർക്കും ഒന്നും പറ്റാത്ത നല്ല സേഫ് ആയിട്ടുള്ള കുറച്ച് നല്ല ഫണ്ണായിട്ടുള്ള കളികൾ മാത്രം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വർഷം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസൊക്കെ ഉൾപ്പെടുത്തണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുളങ്കര ജൂനിയർ ലെവൽ കഴിഞ്ഞിട്ട് കുളങ്കര സീനിയർ ലെവലാണ്. അതിൽ സീനിയറിൽ എല്ലാവരും ഒന്നിച്ച് വലിയ വട്ടത്തിൽ നിന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കളിച്ച് പറഞ്ഞ് എല്ലാവരും ഭയങ്കര ശ്രദ്ധയോടുകൂടി നിന്ന് കളിക്കുകയാണ്. അപ്പോൾ ബോയ്സ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഫണ്ണായതുകൊണ്ട് അവന്മാരെല്ലാം ആദ്യമേ അങ്ങ് ഔട്ടായിപ്പോയി. ഗേൾസ് എല്ലാം ഭയങ്കര സീരിയസ് ആയിട്ട് നിന്ന് കളിച്ച് കുറേ നേരമായി. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാനും ചേട്ടൻ്റെ അനിയൻ്റെ വൈഫ് മിന്നുവും മാത്രമായി കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒന്നിനൊന്ന് കോമ്പറ്റീഷൻ സ്പിരിറ്റോടുകൂടി നിൽക്കുകയാണ്. ഞാൻ അവൾക്കോ എനിക്കോ വിട്ടുതരാൻ തയ്യാറല്ലാത്ത മട്ടിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മതിയടെ എത്തി തോറ്റുവിടറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് അടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള മത്സര ബുദ്ധിയോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ലാസ്റ്റ് പിന്നെ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ തീരണ ലക്ഷണമില്ലാന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഗെയിമിൻ്റെ ആ ഒരു റൂള് മാറ്റി 1 മിനിറ്റ് കൂടെ കൊണ്ട് പറയുക, എന്നിട്ട് രണ്ടുപേരും ഔട്ടായില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും വിന്നേഴ്സായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാവരും സമ്മതിച്ചു. അങ്ങനെ 1 മിനിറ്റ് കൂടെ കളിച്ചിട്ട് നമ്മൾ രണ്ടുപേരും തോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ കുളങ്കര മത്സരത്തിൽ നമ്മൾ എന്നെയും മിന്നുവിനെയും വിജയികളായിട്ട് പ്രഖ്യാപിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പോൾ കുളങ്കര കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓണക്കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിമായ കൊടമഴി നടന്നത്. അപ്പോൾ ഫസ്റ്റ് ജൂനിയർ ലെവൽ തന്നെയാണ് മത്സരം. കണ്ണ് കെട്ടി വിടും, ഒറ്റയടിയേ പാടുള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ റൂൾ. അപ്പോൾ ഫസ്റ്റ് പിള്ളേരെല്ലാം കൂടെ അടിച്ചു. ഇപ്പോൾ കൊച്ചു പിള്ളേരല്ലേ, അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇളവ് കൊടുത്തു. കുടത്തിൽ അടിച്ചില്ലെങ്കിലും കുടത്തിൻ്റെ ഏകദേശം അടുത്ത് അടിക്കുന്ന ആൾക്കായിരിക്കും നമ്മൾ ജൂനിയർ ലെവലിൽ ഫസ്റ്റ് കൊടുക്കുന്നതെന്നൊരു റൂള് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ കുടത്തിൻ്റെ ഏകദേശം അടുത്തടിച്ചത് നമ്മൾ ഇപ്പോൾ കണ്ട ഉണ്ണിക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുടമടിക്ക് ഉണ്ണിക്കുട്ടിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. ബാക്കി എല്ലാവരും കുടത്തിൻ്റെ വളരെ ദൂരെയൊക്കെയാണ് അടിച്ചത്. അപ്പം നമ്മുടെ ഈ പിള്ളേരൊക്കെ കുടവടി ആദ്യമായിട്ടാണ് കാണുന്നതും പങ്കെടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരുടെ സെറ്റൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ സീനിയർ ലെവൽ കുടവടി സ്റ്റാർട്ട് ചെയ്തു. അപ്പം കുടവടി തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരും കള്ളക്കളികൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ.
കാരണം നമുക്ക് എത്ര ഇറുക്കി കിട്ടിയാലും കണ്ണിനിടയിൽ കൂടെ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണാനും കൂടെ പറ്റുന്നുണ്ടായിരുന്നു. എനിക്കും കുറച്ചൊക്കെ കാണാമായിരുന്നു കേട്ടോ. കൊടോടിയൊക്കെ സ്റ്റാർട്ടായപ്പോഴത്തേക്കും ഏകദേശം എല്ലാവരും അങ്ങ് ടയേർഡായിപ്പോയി കേട്ടോ. കാരണം 2:30-ക്ക് സ്റ്റാർട്ടായല്ലേ, 3:30, 4:30, 5:30, 6:00, ഏകദേശം 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ചിയറപ്പൊക്കെ ചെയ്ത് എല്ലാവരും അങ്ങ് ടയേർഡായിപ്പോയി. അപ്പോൾ ഇതാ കൊടോടിക്കുക എന്ന കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ ഫൗളൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ശരത്തിനെ ഓട്ടിച്ചൊക്കെ വിട്ടു. അങ്ങനെ ഇതാ ആ കുടവും അടിച്ചിട്ടില്ല മിന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സോണി ചേച്ചിയാണ്. സോണി ചേച്ചി ഇതാ വടിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അങ്ങ് കുടം അടിക്കും, അതിലുള്ള പൈസ എടുക്കും, ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കും എന്നുള്ള മട്ടിൽ ഇതാ വരുന്നുണ്ട്. പക്ഷേ ഏതോ ഒരു സൈഡിലോട്ടാണ് സോണി ചേച്ചി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ പറ്റിക്കുന്നുണ്ട്. അടിച്ചു ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി വിശ്വസിച്ച് അങ്ങ് അടിച്ചു പോയി. പക്ഷേ കിട്ടിയില്ല, ബാഡ് ലക്ക്. പറഞ്ഞു കൊടുക്കല്ലേ അടിച്ചോളൂ. പോട്ട് പോ പറഞ്ഞു കൊടുക്കല്ല ചിക്കൂടാ, പറഞ്ഞു കൊടുക്കല്ലേ. ജസ്റ്റ് മിസ്. അങ്ങനെ ആടിയില്ല, ഇങ്ങനെ ആടിയുള്ളൂ. എടുത്തോട്ട് എടുത്തോട്ട് ആടി 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 അവിടെ തന്നെ ആടി ഗോപി ആടി. മത്സരം ജൂനിയർ, 1ാം സമ്മാനം ലല്ലു. അപ്പോൾ കുടമടിയോടുകൂടി നമ്മുടെ മത്സരമൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ സമ്മാനദാനം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സുന്ദരിക്ക് പൊട്ടു തൊടലിന് ഫസ്റ്റ് പ്രൈസ് ജൂനിയർ ലെവലിൽ നേടിയത് നമ്മുടെ ലല്ലുക്കുട്ടനാണ്. അപ്പോൾ ലല്ലുവിന് ട്രോഫി കൊടുത്തു. സെക്കൻഡ് പ്രൈസ് നമ്മുടെ നനുക്കുട്ടനാണ്. നനുവിന് സ്കെച്ച് പെൻ ആണ് സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നത്. സുന്ദരിക്ക് പൊട്ടു തൊടൽ 1ാം സമ്മാനം അഞ്ജന. അപ്പോൾ പ്രൈസ് കൊടുക്കുന്നത് അവരവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ തന്നെ വിളിപ്പിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ അഞ്ജനയ്ക്ക് അവളുടെ അമ്മയാണ് സമ്മാനം കൊടുക്കുന്നത്. അതുപോലെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ഭാര്യമാർ അങ്ങനെയൊക്കെ. അപ്പം മക്കൾക്ക് അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു
രസമല്ലേ, സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും ഭർത്താവിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങുന്ന ഒരു സന്തോഷമല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ചിന്തു ചേട്ടൻ ഇങ്ങനെ ഓരോ വിന്നേഴ്സിനെയും അനൗൺസ് ചെയ്യുന്നുണ്ട്, അവരെല്ലാം വന്ന് ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചു ജൂനിയർ ലെവലിൽ അച്ചുവാണ് ഏറ്റവും കൂടുതൽ സമ്മാനം കരസ്ഥമാക്കിയത്. അവന് ബിസ്ക്കറ്റ് കടിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു, മെമ്മറി ടെസ്റ്റിന് അവന് ഫസ്റ്റ് ആയിരുന്നു. നമ്മുടെ കുഞ്ഞൂട്ടനാണ് വിളിക്കുന്നത്. കുഞ്ഞൂട്ടന് നമ്മുടെ മ്യൂസിക്കൽ ചെയറിന് സെക്കൻഡും അതുപോലെ തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് കടിക്ക് അവന് ഫസ്റ്റും ആയിരുന്നു. അപ്പോൾ ആ ട്രോഫിയും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എല്ലാവർക്കും സമ്മാനദാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട് ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും മത്സരിച്ച് എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരുന്നു. ആർക്കും അങ്ങനെ നിരാശരായിട്ട് പോകേണ്ടി വന്നില്ല കേട്ടോ. എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും. ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഈശ്വര എല്ലാവർക്കും ഓരോന്നിനെങ്കിലും സമ്മാനം കിട്ടണമെന്ന്. പിന്നെ ഗെയിംസൊക്കെ ഭയങ്കര ഫണ്ണാക്കി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് മാത്രം സമ്മാനമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ നടത്തുന്ന സമയത്ത് കുറച്ച് പേരിങ്ങനെ ഫണ്ണാക്കാനും വേണം കേട്ടോ, എന്നാൽ മാത്രം അതൊരു പൂർണ്ണതയിലെത്തത്തുള്ളൂ. അല്ലാതെ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് മത്സര ബുദ്ധിയോട് മാത്രം കളിച്ച് വിജയിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് അതങ്ങ് കഴിയും, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്കത് മെമ്മറബിൾ ആക്കുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് ഫണ്ണി മൊമെൻറ്റ്സുകളാണ്. അതിന് സഹായിച്ച എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട്. എല്ലാവരും നല്ല പോലെ കോപ്പറേറ്റ് ചെയ്തു. പിന്നെന്താണ്, എല്ലാവരും പിള്ളേരിൽ 6 പേരും, അതായത് ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞൂട്ടൻ, നനു, അച്ചു, ലല്ലു, കുക്കു, പിന്നെ ഉണ്ണിക്കുട്ടി, ഇവരെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. എല്ലാവർക്കും 7 പേർക്കും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ സീനിയേഴ്സിൽ ഗേൾസിൽ എല്ലാവർക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഓരോരോ ലെവലായിട്ട് ഞാൻ എടുത്തു പറയുന്നില്ല. പിന്നെ നമ്മുടെ മ്യൂസിക്കൽ ചെയറിന് സെക്കൻഡ് പ്രൈസ് വാങ്ങിയ ശ്യാമളാമി, കൊടുത്തോ കുടമടി 1ാം സമ്മാനം ജൂനിയർ ഉണ്ണിക്കുട്ടി. 2ാം സമ്മാനം അപ്പോൾ മത്സരമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 6:30 ആയിട്ടോ. അപ്പോൾ ഇതിൽ പലരും വെപ്രാളപ്പെട്ട് ഓടി വീട്ടിൽ പോയി. കാരണം നാളെ തിരുവോണമാണല്ലോ, ഒരുപാട് ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം വലിയ ആൾക്കാരൊക്കെ അങ്ങ് അവരവരുടെ വീടുകളിൽ പോയി. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നവരെല്ലാം കൂടെ ചേർന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവൂട്ടൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കളിയെല്ലാം അറേഞ്ച് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച് നിന്നതുകൊണ്ട് അവനൊരു പ്രോത്സാഹന സമ്മാനം നമ്മൾ കൊടുക്കുകയാണ്, ഒരു കുഞ്ഞി ട്രോഫി. അവൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ട്രോഫി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ട്രോഫിയൊക്കെ കൊടുത്ത് അവ അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഉത്രാട ദിനത്തിലെ 2024 അടിപൊളി ഓണാഘോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.